സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം വറ്റി വരളുകയാണ്. തടാക തീരം വിണ്ടുകീറി എക്കലടിഞ്ഞ തടാകത്തിന്റെ സംഭരണശേഷിയും കുറയുകയാണ്. ഈ വേനൽക്കാലത്ത് ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പുഴകളൊക്കെ വറ്റി വരണ്ട് വിണ്ടുകീറി പോകുന്ന ഒരു കാഴ്ച. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ശാസ്താംകോട്ടയിൽ നിന്നും കാണുന്നത്. ഇത് വിണ്ടുകീറിയ പാടമല്ല, ഈ പറഞ്ഞ ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിന്റെ ഒരു തീരമാണിത്. അപായ സൂചന കൂടിയാണ് ഇത് നമുക്ക് ഈ കാഴ്ച പകരുന്നത്. ശാസ്താംകോട്ട ബണ്ട്, വിളന്തറ, അമ്പലക്കടവ്, ദേവസ്വം ബോർഡ് കോളേജിന് താഴ്വശത്തും തടാകതീരം വിണ്ടുകീറിയ നിലയിൽ. കനത്ത വെയിലിൽ തടാകം വറ്റുന്നു. സ്വാഭാവിക നീരുറവുകളിൽ ജലം നന്നേ കുറഞ്ഞു. തടാകത്തിന്റെ അടിത്തട്ടിലെ പായലുകൾ തെളിഞ്ഞ് പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ പ്രളയകാലത്ത് കായൽ വീണ്ടെടുത്ത ജലസമൃദ്ധി ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി. ശാസ്താംകോട്ട തടാകത്തിൽ നിന്ന് ജലവിഭവ വകുപ്പ് പമ്പ് ചെയ്യുന്ന ശുദ്ധജല വിതരണത്തിന്റെ പമ്പിംഗ് ശേഷി 2023 101 സെന്റിമീറ്റർ ആയിരുന്നത് 2024 45 സെന്റിമീറ്ററായി കുറഞ്ഞു. ബാഷ്പീകരണവും പമ്പിങ്ങും മൂലം ഒരു ദിവസം 1.25 സെന്റിമീറ്റർ വെച്ച് ജലനിരപ്പ് കുറയുന്നതായിട്ടാണ് ജലവിഭവ വകുപ്പിന്റെ കണക്ക്. നമ്മുടെ ശാസ്താംകോട്ട തടാകത്തിന്റെ ബണ്ട് ഭാഗം, അതുപോലെ തന്നെ വിളന്തറ, അമ്പലക്കടവ്, കോളേജിന് താഴ്വശം എന്നിവിടങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ഈ കണ്ടതുപോലെ വിണ്ട് കീറിയിരിക്കുകയാണ്. ഇത് വലിയൊരു അപായ സൂചനയാണ് നമുക്ക് നൽകുന്നത്. കാരണം ഒരു ദിവസം ഏകദേശം 5 കോടി ലിറ്ററാണ് ഇവിടെ നിന്നും കുടിവെള്ളത്തിനായി പമ്പ് ചെയ്യുന്നത്. അപ്പോൾ പമ്പിങ്ങിൻ്റെ അളവ് കുറയ്ക്കാത്തതും ഈ കടുത്ത വേനൽ, നമുക്കറിയാം ഈ ഫെബ്രുവരി മുതലിങ്ങോട്ടുണ്ടായിട്ടുള്ള കടുത്ത വേനൽ, ഈ വേനലിൽ നമ്മുടെ തടാകം ഒരു 100-200 മീറ്ററോളം നമ്മുടെ തടാകം ഉൾവലിഞ്ഞിരിക്കുകയാണ്. ശാസ്താംകോട്ട തടാകത്തിലെ ജലനിരപ്പ് മുമ്പ് 11.36 മീറ്റർ വരെ താണിരുന്നു. ഇപ്പോൾ അത് 12.37 മീറ്ററിൽ വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വീണ്ടും വരൾച്ച തുടർന്നു കഴിഞ്ഞാൽ ഈ ജലനിരപ്പ് വീണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ശാസ്താംകോട്ട പരിസരത്തെ ഭൂഗർഭ ജലനിരപ്പും ഗണ്യമായി കുറയുന്നു. 37.5 MLD ആണ് ശാസ്താംകോട്ടയിലെ വാട്ടർ അതോറിറ്റി പമ്പിന്റെ ശേഷി. പ്രതിദിനം 3,50,00,000 ലിറ്റർ ശുദ്ധജലം പമ്പ് ചെയ്യുന്നു. ഇതിൽ 1,80,00,000 ലിറ്റർ കൊല്ലം കോർപ്പറേഷൻ നഗരസഭാ പരിധിയിൽ മാത്രം വിതരണം ചെയ്യുന്നു. 9 പഞ്ചായത്തുകളിലും ജലവിതരണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ജലനിരപ്പ് താഴാനും ഇടയാക്കി. 4.46 ചതുരശ്ര കിലോമീറ്ററാണ് കായലിന്റെ ആകെ വിസ്തൃതി. 3.75 ഇത് കുറഞ്ഞു. 2,239 കോടി ലിറ്റർ വാഹക ശേഷിയിൽ നിന്ന് 1,750 കോടി ലിറ്ററായി തടാക ജലത്തിന്റെ അളവ് കുറഞ്ഞു. എക്കലടിഞ്ഞ് നികന്നതും പമ്പിങ്ങും ബാഷ്പീകരണവുമാണ് ജലനിരപ്പ് ക്രമാതീതമായി കുറയാൻ ഇപ്പോൾ കാരണം. ഇനിയൊരു ലോകമഹായുദ്ധം നടക്കുന്നെങ്കിൽ അത് ശുദ്ധജലത്തിന് വേണ്ടിയായിരിക്കും, ദാഹജലത്തിന് വേണ്ടിയായിരിക്കുമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. നമ്മുടെ ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിന്റെ ഒരവസ്ഥയാണ് ഇത് കാണുന്നത്. ഇതൊരു സന്ദേശം കൂടിയാണ്. ഇപ്പോൾ വൈദ്യുതി പ്രതിസന്ധി മൂലം കേരളം വല്ലാതെ ഒരു ദുരിതത്തിലാണ്. ജനവും ഒപ്പം ഈ വൈദ്യുതി ബോർഡും ഗവൺമെൻറ്റും ഒക്കെ. ഇതും ഒരു മുന്നറിയിപ്പാണ്. ജലം സൂക്ഷിച്ചുപയോഗിക്കുക. ശാസ്താംകോട്ടയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.